അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ സ്മാർട്ട് ഫോണിൽ വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, സിനിമാറ്റിക് വീഡിയോസ് എടുക്കുന്നവരുണ്ട്, ബി റോൾസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ എന്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ മോസയുടെ നാനോ SE എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഡബിൾ സെൽഫി ഗിംബൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ ഗിംബലിൻ്റെ ഒരു ഫോട്ടോയും താഴെ നമുക്ക് നാനോ SE എക്സ്റ്റെൻഡബിൾ സെൽഫി ഗിംബൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് കളറിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്, ഒരെണ്ണം ഗ്രീനും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കും. ബാക്ക് സൈഡിൽ നമുക്ക് മോസയുടെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ഒരു എക്സ്റ്റെൻഡബിൾ ഗിംബലിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ബോക്സ് തുറന്നാൽ നമ്മൾ സേഫായിട്ട് നമ്മുടെ ഗിംബൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഒരു USB കേബിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റീഡിംഗ് ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ള USB കേബിളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ റിവ്യൂലോട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനാണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈസ് കണ്ടാൽ അറിയാം, ഭയങ്കര ചെറിയ കോമ്പാക്റ്റ് ആയിട്ട് ഒരു ഫോൾഡബിൾ ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഗിംബലിന് വരുന്നത്. ഇത്രയും ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ ബിൽഡ്, കാരണം മെയിൻലി പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഗിംബൽ ഏകദേശം ഒരു 250 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സൈസ് കൊണ്ടും വെയിറ്റ് കൊണ്ടും നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ വ്ളോഗിംഗ് പേർപ്പസിനായാലും ട്രാവലിംഗ് പേർപ്പസിനായാലും നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് നമ്മുടെ ഈ MOZA NANO SE എന്ന് പറയുന്ന ഈ ഒരു ഗിംബലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോൾഡബിൾ ഡിസൈനിന് പുറമെ ഈ ഒരു ഗിംബലിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റെൻഡബിൾ ആമാണ്. നമുക്ക് ഏകദേശം ഒരു 27 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു സെൽഫി ഗിംബൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷൻ ആയാലും നമുക്ക് വ്ളോഗിങ്ങിനായാലും ഒരു വൈഡ് ആംഗിൾ വ്യൂവിനായാലും നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഡബിൾ ആകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഇതിനൊരു ഗ്രിപ്പ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഗ്രിപ്പ് മാത്രമല്ല, ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ട്രൈപോഡ് ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് സെൽഫായിട്ടുള്ള വീഡിയോസ് എടുക്കാനോ അതല്ലെങ്കിൽ ടൈം ലാപ്സോ യൂട്യൂബ് വീഡിയോസോ ഇൻസ്റ്റാഗ്രാം റീൽസോ ഒക്കെ എടുക്കാനായിട്ട് ഈ ഒരു ട്രൈപോഡ് ബേസ് നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ ഈ ട്രൈപോഡ് ബേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗിംബൽ കൺട്രോൾ ചെയ്യുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം നമുക്കൊരു റിമോട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു റിമോട്ട് ആക്ച്വലി ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് ഈ റിമോട്ട് ഊരിയെടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ച് ഏകദേശം 10 മീറ്റർ അകലെ നിന്നായാലും നമുക്ക് ഈ ഒരു ഗിംബൽ വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിന് വരുന്നത്. പക്ഷേ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഇൻ ഹാൻഡ് തരുന്നത്, കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത്, കാണാനും അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സോളിഡ് ആയിട്ടുള്ളൊരു ബിൽഡാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ബാറ്ററി ലൈഫാണ്. 10 hours ആണ് മോസ ഈ ഒരു പ്രൊഡക്റ്റിന് ക്ലെയിം ചെയ്യുന്ന ബാറ്ററി ലൈഫ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഫുള്ളി ചാർജ് ചെയ്യാനായിട്ട് അവർ ക്ലെയിം ചെയ്യുന്നത് 2 hours ആണ്. എനിക്ക് ആക്ച്വലി ഒരു 1.5 hours എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഫുള്ളി ചാർജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു USB Type-C പോർട്ടും അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു ഗിംബൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു 1 axis സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിംബലാണ്. നമ്മൾ നോർമലി മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് 3 axis സ്റ്റെബിലൈസേഷൻ തരുന്ന ഗിംബലുകളാണ്. അതിനൊക്കെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണ്. ഏകദേശം ഒരു 6500 തൊട്ടൊക്കെയാണ് നമുക്കൊരു നല്ല ക്വാളിറ്റി 3 axis ഗിംബൽ കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 1 axis ഗിംബലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 4200 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ചെറിയ ഡിസൈനാണ്. നമുക്ക് 1 axis ഗിംബൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പാക്റ്റ് ആണ്. പിന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ സാധാരണ ഒരു 3 axis ഗിംബൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു എക്സ്റ്റെൻഡബിൾ സെൽഫി ആമാണ്. ഇത് നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നമുക്ക് ഈ ഒരു സെൽഫി ഹെഡ് നമുക്ക് ഇവിടെ ടിൽറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഷോട്ടുകൾ ആംഗിൾ ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ഗിംബലിൻ്റെ ട്രൂ പവർ നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് MOZA GENIE എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോ റെസൊല്യൂഷനുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഫോട്ടോ വീഡിയോ മോഡുകൾ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ് സെക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിനാകെ 1 axis സ്റ്റെബിലൈസേഷൻ മാത്രമേ
മാത്രമുള്ളൂ. അപ്പോൾ നമുക്ക് കോമൺലി വരുന്നൊരു ഡൗട്ടാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ, ഇതിലെടുക്കുന്ന ഒരു വീഡിയോയുടെ ക്വാളിറ്റി. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഇതിലെടുക്കുന്ന വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിൽ നമുക്കൊരു 3 ആക്സിസ് ഗിംബലായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിലെടുക്കുന്ന വീഡിയോസ് 3 ആക്സിസിലും സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള റണ്ണിങ് ഷോട്ട്സോ ഷോർട്ട് ഫിലിമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഒരു 3 ആക്സിസ് ഗിംബൽ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ. അതല്ല, നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് വ്ളോഗ് ചെയ്യാനാണ്, അതല്ലെങ്കിൽ ട്രാവൽ ഫിലിംസ് എടുക്കാനാണ്, ചെറിയ രീതിയിൽ ബി റോൾസ് എടുക്കാനൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗിംബൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാകെ 1 ആക്സിസ് സ്റ്റെബിലൈസേഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിൽ എടുക്കുന്ന വീഡിയോസ് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയിൽ കിട്ടും. അത് മാത്രമല്ല, നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജ് നമുക്ക് ഇതൊന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ ഫൂട്ടേജ് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് Redmi Note 5 Pro എന്ന് പറയുന്ന ഡിവൈസാണ്. ഇതിൽ നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് നമ്മളൊരു സെൽഫി വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഷേക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ടൈറ്റ് ആയിട്ടൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ MOZA Nano SE ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി നല്ല സ്റ്റെബിലൈസേഷനും കാണാം, അതുപോലെ തന്നെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം. ഇനി നമുക്ക് ഗ്രൗണ്ട് ലെവൽ ഷോട്ട്സ് ആയാലും അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാനൊക്കെ നമ്മൾ ആക്ച്വലി ഈ ഒരു ഗിംബൽ ധാരാളമാണ്. അപ്പോൾ നിങ്ങളുടെ യൂസ് നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് എന്താണ് ആക്ച്വൽ യൂസ് വരുന്നത്. നമുക്ക് ഹെവി ആയിട്ടുള്ള യൂസാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസാണ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ആക്സിസ് ഗിംബൽ കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നല്ല ചെറിയൊരു ബഡ്ജറ്റിൽ ഏകദേശം ഒരു 4200 രൂപയ്ക്ക് നമുക്ക് നല്ല ക്വാളിറ്റി സെൽഫി വീഡിയോസും അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ഒരു സ്റ്റെബിലൈസേഷനുമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് MOZAയുടെ Nano SE എന്ന് പറയുന്ന ഈ ഒരു സെൽഫി ഗിംബലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഒന്ന് പർച്ചേസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.